ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ പി പ്രതാപൻ, സെൻറ്റർ ഫോർ ജെറണ്ടോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് വയോജന അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വയോജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവകാശമാണ് സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള അവകാശം. വയോജനങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ അവർ ജോലി ചെയ്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ ഒക്കെ ഒരു വീട് വയ്ക്കുക ഉണ്ടാകുന്നത് ഒരു സാധാരണ സംഭവമായിട്ടാണ്. ഇതേ വ്യക്തി മക്കളുടെ കല്യാണം, മകളുടെ കല്യാണം ഒക്കെ സംബന്ധിച്ച് ആ പുതിയ അംഗങ്ങൾ വീട്ടിലേക്ക് വരുന്നതോടുകൂടി അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വന്തമായി നിർമ്മിച്ച വീടാണെങ്കിൽ പോലും ആ സ്വന്തം വീട്ടിലെ പ്രധാന കിടപ്പുമുറിയിൽ താമസിച്ചിരുന്ന വ്യക്തി അതേ വീട്ടിൽ തന്നെ പിന്നിലുള്ള ഏതെങ്കിലും ചെറിയ മുറിയിലേക്ക് മാറി താമസിക്കുന്ന അവസ്ഥ ഇന്ന് പല വീടുകളിലും കാണാറുണ്ട്. ഇത് വയോജനങ്ങളുടെ ഒരു അവകാശ നിഷേധമായിട്ടാണ് ഇന്ന് കണ്ടുവരുന്നത്. സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഒരുപക്ഷെ ശാരീരിക അവശതകൾ ഉണ്ടാകും, ഓർമ്മക്കുറവുണ്ടാകും, മറ്റ് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ മുതിർന്ന പൗരനെ ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് മാറ്റാം എന്നുള്ളത്. അത് സർക്കാർ വൃദ്ധസദനമുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള വൃദ്ധസദനങ്ങളുണ്ട്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് അങ്ങോട്ട് മാറിക്കൂടാ എന്ന് മുതിർന്ന പൗരനെ അറിയിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇത് മുതിർന്ന പൗരൻ്റെ അവകാശങ്ങളുടെ ഒരു നിഷേധമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ഏതാണ്ട് 100-ലധികം വയോജനങ്ങളെ പാർപ്പിക്കാൻ കഴിവുള്ള വൃദ്ധസദനങ്ങളുണ്ട്. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ധനസഹായം പറ്റുന്ന ഏതാണ്ട് 1000-ഓളം വൃദ്ധസദനങ്ങളും ഈ കേരളത്തിലുണ്ട്. അവിടെയെല്ലാം വളരെയധികം വയോജനങ്ങളും താമസിക്കുന്നുണ്ട്. ഇവരെ അതുപോലെ ആശുപത്രികൾ, മാനസിക ആശുപത്രികളിൽ അവിടെയെല്ലാം വയോജനങ്ങൾ ഡംപ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ പലരും സ്വന്തമായി ജോലിയുണ്ടായിരുന്നവരും വീട് കെട്ടിയവരും വീടുള്ളവരും മക്കളുള്ളവരും ഒക്കെയാണ്. ഇത് സ്വന്തം വീട്ടിൽ താമസിക്കുക എന്നുള്ള ഒരു വയോജനത്തിൻ്റെ അവകാശത്തിൻ്റെ നിഷേധമാണ് എന്ന് തന്നെ പറയാം. ഒരു അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നത് വയോജനത്തിന് അയാൾക്ക് താല്പര്യമുള്ളിടത്തോളം കാലം സ്വന്തം ഭവനത്തിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്. ആരെങ്കിലും അവിടുന്ന് മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാറ്റണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ വീട്ടിൽ നിന്ന് മാറ്റേണ്ടത് വയോജനത്തിനെ അല്ല, മക്കളെയാണ് മാറ്റേണ്ടത്. ഇതാണ് കോടതി ഉത്തരവ്. അതായത് ഈ വയോജനങ്ങൾക്ക് അനുകൂലമായ കോടതി ഉത്തരവാണ്. വയോജനങ്ങൾക്ക് താല്പര്യമുള്ളിടത്തോളം കാലം സ്വന്തം വീട്ടിൽ താമസിക്കാം, മാറേണ്ടി വന്നാൽ അവിടുന്ന് മാറ്റേണ്ടത് മക്കളെയും ചെറുമക്കളെയുമാണ് എന്നാണ് വയോജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് എന്ന് പറയാം. പക്ഷെ ഇന്ന് പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ പല വയോജനങ്ങളെയും വീടുകളിൽ നിന്ന് വൃദ്ധസദനത്തിലേക്കോ പെയ്ഡ് വൃദ്ധസദനത്തിലേക്കോ ഒക്കെ മാറുന്നുണ്ട്. അനേകം പുതിയ വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊരു പുതിയ സാമൂഹിക പ്രവർത്തനമായിട്ട് തന്നെ ട്രെൻഡ് ആയിട്ട് കാണുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് കുട്ടികളുടെ അനാഥാലയങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, വൃദ്ധരുടെ അനാഥാലയങ്ങൾ കൂടി വരുന്നു. അനാഥാലയങ്ങൾ ഒരുപക്ഷെ ആവശ്യമായിരിക്കാം, പക്ഷേ ഈ വീടുണ്ടായിട്ടും അനാഥാലയത്തിൽ പോകുന്നത് നമ്മുടെ അവകാശ നിഷേധമാണ്. താങ്ക് യു.